നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സോ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഓവർലി സെൻസിറ്റീവ് ആണെന്ന് പറയാം, നിങ്ങൾ ഓവർലി എക്സ്പ്രസീവ് ആണെന്ന് പറയാം, ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ അമേയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ മാനിപ്പുലേഷനാണ്. അതായത് ഒരു വ്യക്തിയുടെ ഓർമ്മയെയോ അയാളുടെ റിയാലിറ്റിയെയോ അല്ലെങ്കിൽ അയാളുടെ പെർസെപ്ഷൻസിനെയോ അയാൾ തന്നെ സംശയിക്കുന്ന രീതിയിൽ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ പെരുമാറുക. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടാക്ടിക് പ്രധാനമായും ഉപയോഗിക്കുന്നത് അബ്യൂസീവ് ആയിട്ടുള്ള വ്യക്തികളോ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് കാണിക്കുന്നവരോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ടെൻഡൻസി ഉള്ള ആൾക്കാരോ ആയിരിക്കും. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഇവർ ലക്ഷ്യമാക്കുന്നത് മറുവശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ചിന്തകളെയോ അവരുടെ റിയാലിറ്റിയെയോ സംശയത്തിലാക്കുക, അതുവഴി അവരുടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് നമുക്ക് പാരൻസിൻ്റെയും കുട്ടികളുടെ ഇടയിലും വർക്ക് പ്ലേസിലും അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ചില സയൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഒന്നാമത്തത് ഇവൻസിനെ നിഷേധിക്കാം. അതായത് സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാം. നമ്മൾ എത്രയൊക്കെ എവിഡൻസുകൾ ഇവരുടെ മുന്നിൽ നിരത്തി വെച്ച് കഴിഞ്ഞാലും അവർ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് വരുന്നത് മിനിമൈസിങ് ഫീലിങ്സ്. അതായത് നിങ്ങളുടെ വികാരങ്ങളെ വളരെയധികം നിസ്സാരവൽക്കരിച്ച് കാണാം. നിങ്ങൾ ഓവർലി സെൻസിറ്റീവ് ആണെന്ന് പറയാം, നിങ്ങൾ വളരെ ഓവർവെൽമിംഗ് ആണെന്ന് പറയാം, യു ആർ ഇമോഷണലി ടു മച്ച് എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ. മൂന്നാമത്തെ സൈനാണ് ലൈയിങ്. ഇവർ നല്ല രീതിയിൽ കള്ളം പറയുന്ന ആൾക്കാരായിരിക്കും. ഇവർ കള്ളമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായാലും ഇവർ വീണ്ടും നമ്മളെ അതേ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാലാമതായി കാണുന്ന ഒരു സൈനാണ് ബ്ലെയിം ഡിഫ്ലക്ഷൻ. അതായത് ബ്ലെയിം നമ്മളിലേക്ക് തിരിക്കുക. നമ്മൾ ഇവരുടെ അടുത്ത് ഒരു പ്രശ്നമായിട്ട് പോകുന്ന സമയത്ത് അത് നമ്മുടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിക്കാം. അഞ്ചാമതായി കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൈനാണ് ഇവരുടെ ആക്ഷൻസും ഇവരുടെ വേർഡ്സും തമ്മിലൊരു മാച്ചിങ് ഉണ്ടാവില്ല. ഇവർ ഒരുപാട് പ്രോമിസുകളും ഒരുപാട് സ്വീറ്റായിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവരുടെ ആക്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിതൊന്നും കാണാൻ സാധിക്കില്ല. ഇത്തരം അനുഭവങ്ങളിലൂടെ തുടർച്ചയായി കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം കൺഫ്യൂഷൻ അനുഭവപ്പെടുകയും അവർ ഒരു സെൽഫ് ഡൗട്ടിലൂടെ കടന്നു പോവുകയും അതുപോലെ അവരുടെ സെൽഫ് എസ്റ്റീമിനെ വളരെയധികം നെഗറ്റീവായ രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് തുടർന്ന് ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിലേക്കൊക്കെ ഇതവരെ എത്തിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ. ആൻഡ് ഇതുപോലെ മറ്റ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഡു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.